കൂട്ടത്തിലുള്ള ഒരാളെ തൊടേണ്ടി വന്നു പിണറായി വിജയനും CPM-നും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ. കഴിഞ്ഞ 10 വർഷവും വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങളെയും കൊള്ളരുതായ്മകളെയും വെള്ളപൂശി പൊക്കിക്കൊണ്ട് നടന്ന CPM-ന് ഇപ്പോൾ സ്വഖാക്കളിൽ ഒരാളെ തൊട്ടപ്പോഴാണ് പൊള്ളിയത്. ഇന്നലെ വെള്ളാപ്പള്ളി മുൻ സ്പീക്കറും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ AN ഷംസീറിനെതിരെ നടത്തിയ പരാമർശങ്ങളാണ് പിണറായിയെയും കൂട്ടരെയും ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഷംസീറിനെതിരെ തിരിയാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിച്ചത്? അത് അടുത്തിടെ ഷംസീർ നടത്തിയ ഒരു പ്രസംഗമാണ്. മലപ്പുറത്ത് നടന്ന ഒരു പാർട്ടി പരിപാടിയിൽ ഷംസീർ പറഞ്ഞത് വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളിയോട് കാട്ടിയ മൃദു സമീപനം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായെന്നാണ്. ആദ്യമായിട്ടായിരുന്നു ഒരു CPM നേതാവ് അത്തരമൊരു തുറന്നുപറച്ചിൽ പരസ്യമായി നടത്തിയത്. ഇത് മനസ്സിൽ വെച്ചാണ് ഇന്നലെ ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിക്കുന്നത്. ഷംസീർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല, അയാൾക്ക് ലീഗിൻ്റെ മനസ്സാണ്, കഷ്ടപ്പെടാതെയാണ് ഷംസീറിന് പദവികളൊക്കെ കിട്ടിയത്. അങ്ങനെ നീണ്ടു വെള്ളാപ്പള്ളിയുടെ ആക്ഷേപങ്ങൾ. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തോറ്റിട്ട് തൻ്റെ മെക്കിട്ട് കയറുന്നു എന്നാണ് വെള്ളാപ്പള്ളി ശരിക്കും പറയാൻ ശ്രമിച്ചത്. ഇന്ന് പിണറായിയും ഗോവിന്ദനും മത്സരിച്ച് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ തള്ളിപ്പറയുന്നതാണ് കേരളം കണ്ടത്. തീർത്തും അസംബന്ധമായ പ്രസ്താവന. CPM-ലെ ഒരു നേതാവും കുറുക്കുവഴികളിലൂടെയല്ല നേതാവായി മാറുന്നത്. നിരവധി കാലത്തെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏതൊരാളും അംഗീകാരം എന്ന നിലയ്ക്ക് നേതാവായി മാറുന്നത്. ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിൽ നടത്തുന്നത് അവജ്ഞാപൂർവ്വം പാർട്ടി തള്ളിക്കളയുന്നതാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയന്റെ പ്രതികരണം. ഷംസീർ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ, അതിനുള്ള അവകാശം ആരും വെള്ളാപ്പള്ളിക്ക് നൽകിയിട്ടില്ല. ആ തരത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയോട് യോജിപ്പില്ല, അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്കുള്ളത് എന്നായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ പ്രതികരണം. ശരിയായ നിലപാടാണ് പിണറായിയും ഗോവിന്ദനും സ്വീകരിച്ചത്. ഷംസീറിനെ പോലൊരു നേതാവിനെ ലീഗിൻ്റെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് സ്വാഭാവികമായും CPM-ന് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ ഉടനടി മറുപടിയുമായി രംഗത്ത് വന്നത്. ഇനി എന്താണ് ലീഗിൻ്റെ മനസ്സെന്നതുകൊണ്ട് വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചതെന്ന് കൂടി പറയാൻ CPM ബാധ്യസ്ഥരാണ്. പക്ഷേ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തുൾപ്പെടെ മലപ്പുറം ജില്ലയെയും ഒരു പ്രത്യേക മതവിഭാഗത്തെയും അധിക്ഷേപിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം വർഗീയമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടത്തിയപ്പോൾ കമായെന്ന് മിണ്ടാതിരുന്നവരാണ് CPM. മാത്രവുമല്ല, അത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പ്രതികരണങ്ങൾ തേടുമ്പോൾ അതിനൊന്നും പ്രതികരിക്കേണ്ട ബാധ്യതയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന CPM-നെയാണ് കേരളം കണ്ടത്. മലപ്പുറത്തെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി വിശദീകരിച്ചപ്പോൾ അതും തലയാട്ടി സമ്മതിച്ചു കൊടുത്തവരാണ് ഈ പിണറായിയും ഗോവിന്ദനും. എന്നാൽ ഇപ്പോൾ കൊത്തി മുറത്തിൽ കയറി കൊത്തിയപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ വടിയെടുക്കാൻ നിർബന്ധിതരാവുകയാണ് CPM. അതെ, ഷംസീർ ആരാണ് എന്ന് തീരുമാനിക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. അതിനൊന്നുള്ള അവകാശം ആരും CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിട്ടുള്ള മുൻ സ്പീക്കറായിട്ടുള്ള കുറേ കാലം നമ്മുടെ MLA ആയിട്ടുള്ള ഒരു സഖാവിനെ ആ തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ വിശകലനം ചെയ്യുന്ന രീതിയോട് CPM-ന് യോജിപ്പില്ല. അതിശക്തിയായിട്ടുള്ള എതിർപ്പാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ആര് പറഞ്ഞാലും വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള ഈ നിലപാട് മാറ്റമാണോ തെറ്റിദ്ധരുത്തൽ? നിലപാട് മാറ്റമല്ല, ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് നിലപാട് മാറ്റമാണെന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ സന്ദർഭത്തിലും തെറ്റായ ഒരു നിലപാടിനെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള, അതായത് ഷംസീർ ലീഗാണ്, ലീഗ് പറയും പോലെയാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയായ രീതിയിലുള്ള ഒരു നിലപാടേ അല്ല. ഞങ്ങൾ ആ നിലപാടിനോടൊപ്പം യോജിക്കുന്നില്ല. തെറ്റായ നിലപാടാണ്. CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എങ്ങനെയാണ് ലീഗ് എന്നുള്ള പ്രയോഗത്തിലൂടെ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ്. എങ്ങനെയാന്ന് ഊക്കണമെന്ന് പറഞ്ഞു തന്നാൽ മതി. ഷംസീർ തന്നെയാണ് പറയുന്നത് ഊക്ക് കുറഞ്ഞു പോകുന്നു വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ തന്നെ ഒരു ഊക്കില്ലാത്ത രീതിയിലാണ് ഒരു. അത് നിങ്ങൾ എന്താ ഈ ഊക്ക് പറയേണ്ടത് പറഞ്ഞോ, ഞാൻ പറഞ്ഞോളിയാ. ഞാൻ എൻ്റെ ഊക്കിലല്ലേ പറയാ. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP നേതാവ് AN ഷംസീർ എന്ന് പറയുന്ന CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറോട് ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള ലീഗിൻ്റെ പ്രയോഗമൊന്നും നടത്താൻ പറ്റുന്ന ഒന്നല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കുന്നത്. മതിയോ ഊക്ക്? വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ഒരു വർഗീയവാദികളുടെ അല്ലെങ്കിൽ വർഗീയ ശക്തികൾ അല്ലെങ്കിൽ അതിന്റെ നേതാക്കൾക്ക് ഉപയോഗിക്കുന്ന അതേ ഭാഷയിലാണോ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം വരുന്നത്? മുസ്ലിം നാമം ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. അല്ല, അതൊക്കെ ഞങ്ങൾ ഒരുപാട് ചർച്ച നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം സംബന്ധിച്ചിടത്തോളം
ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല, അതിനെ ശക്തിയായിട്ട് എതിർക്കുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അല്ല, വെള്ളാപ്പള്ളിയുടെ ഭാഷ ഒരു വർഗീയവാദി അല്ലെങ്കിൽ വർഗീയ ഷംസീറിന്റെ പേരൊരു മുസ്ലിം പേരായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് കരുതുന്നത്. അതിനൊന്നുമല്ല, അദ്ദേഹത്തിന്റെ വിമർശനത്തിന് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണെന്ന്. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, പാഴ്സിയുണ്ട്, ഒന്നും അല്ലാത്തവരുണ്ട്. ഒരു മതത്തിലും പെടാത്തവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനി എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്തവരും എല്ലാം ചേർന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും ഒരാളെ അദ്ദേഹത്തിന്റെ പേര് വെച്ച് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. ആ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്നു. വർഗീയ നിലപാടാണ്. അതാണ് ഒരു കാര്യം. അതൊരു വർഗീയ നിലപാടാണ്. നാമധാരി ആയതുകൊണ്ട് പറയുന്ന ആ നിലപാട് വർഗീയമാണോ എന്നാണ് ചോദ്യം. അത് കുറച്ചും കൂടി ആലോചിച്ച് പറയാം. കുറച്ചും കൂടി ആലോചിച്ച് പറയാം. പക്ഷേ പറയുന്നതിന്റെ വിമർശനം വരുന്നത് ഇവിടെയാണ്. നിങ്ങൾ ഇത് പത്ര ഒരു വർഗീയമായ പരാമർശം വെള്ളാപ്പള്ളി നടത്തുന്നു. വർഗീയ പരാമർശമാണെങ്കിൽ വർഗീയ പരാമർശമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഇവിടെ വർഗീയല്ല, ഇവിടെ ലീഗാ പറഞ്ഞത്. ലീഗ് വർഗീയമാണോ? ലീഗിനാ വർഗീയ പാർട്ടിയുടെ പട്ടികയിലാണോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ലീഗിന് വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനങ്ങളുണ്ട്. അല്ലാണ്ട് ഈ വർഗീയ പാർട്ടിയുടെ പട്ടികയിൽ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു പാർട്ടിയല്ല ലീഗ്. അതെന്താ അറിയില്ല, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതിനെപ്പറ്റി വെറുതെ വർത്താനം പറയേണ്ട കാര്യം. പക്ഷേ ഇഡിയുടെ നടപടിയിലെ കോൺഗ്രസോ വി ഡി സതീശന്റെ കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ഒരു ധാരണയുണ്ടെന്ന്. അല്ല, ബി ജെ പിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഇ ഡിയും അവരാണല്ലോ പുറപ്പെട്ടിട്ടുള്ളത്. അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പറയുന്ന വി ഡി സതീശനും കോൺഗ്രസും ഒക്കെ ഉള്ളത്. അതാ കാര്യം. അല്ലാണ്ട് ഡീല് ഞങ്ങൾ അതേ മിണ്ടില്ലല്ലോ. അവരെന്തിനാ മിണ്ടുന്നത്? അവരെല്ലാം കൂടി ചേർന്നല്ലേ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് മിണ്ടേണ്ട കാര്യം എന്താ? ഏതായത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ലീഗ് ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ടിരിക്കുക ഒരു ഡീലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാ കാര്യം. സെക്രട്ടറി പോലെ ഈ ഒരു ശക്തമായ ഭാഷയിൽ ഇത് എതിർക്കുന്നില്ല. കാരണം അത് ബിസിനസ്സാണ്, ആ കാര്യം അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞത്. അത് ഇടതുപക്ഷത്തെ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ നിലപാടാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ഇടപെടേണ്ട കാര്യമില്ലല്ലോ. അത് ബിസിനസ് അടിസ്ഥാനപ്പെടുത്തിയ കേസോ എന്ത് പണം നടന്നോട്ടെ. എന്നാൽ അതിൻ്റെ പേരിൽ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് കടന്നാക്രമം വന്നാൽ അതിനെ രാഷ്ട്രീയമായും നിയമപരമായിട്ടും നേരിടും എന്നാണ് അന്നും പറഞ്ഞത്, ഇന്നും പറയുന്നത്. അതിൽ അന്നും വ്യത്യാസമില്ല, ഇന്നും വ്യത്യാസമില്ല. പക്ഷെ ഒറ്റ കാര്യം, ഈ കള്ളൻ വിജയൻ ലേഖനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ചുള്ളൂ. അത് രാജി വാങ്ങിയതാണോ പാർട്ടി? അല്ല, ഞങ്ങൾക്ക് രാജിവെക്കേണ്ട വാങ്ങേണ്ട കാര്യമുള്ളത്. അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു, രാജി അംഗീകരിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ.